അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മീലാദ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വർണ്ണാഭമായ പരിപാടികളോടെ നാടെങ്ങും നബിദിനം ആഘോഷിച്ചു. നബിദിനാഘോഷങ്ങൾക്ക് വർണ്ണ ചാരുത പകർന്ന് ചളിങ്ങാട് ഗ്രാമം വ്യത്യസ്തമാവുന്നു. നബിദിനത്തിൽ പങ്കെടുക്കാൻ പ്രവാസികളും അജ്മീർ ചിസ്തിയും. വാർത്തകൾ വിശദമായി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1488ാമത് ജന്മദിനാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ നാടെങ്ങും ആഘോഷിച്ചു. റബീഉൽ അവ്വൽ 12-ന് സുബഹിയോടടുത്ത സമയത്ത് പ്രവാചകൻ പിറന്നതിന്റെ സ്മരണ പുതുക്കി പള്ളികളിൽ നടന്ന മൗലീദ് പാരായണത്തോടെയാണ് നബിദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. രാവിലെ എല്ലാ പള്ളികളിലും മദ്രസകളിലും മഹല്ല് ഖത്തീബുമാരും പ്രസിഡന്റുമാരും പതാക ഉയർത്തി. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദിൽ മഹല്ല് ഖത്തീബ് KSIK തങ്ങളാണ് പതാക ഉയർത്തിയത്. ഖത്തീബ് KP അബൂബക്കർ സായിദി മഖാം സിയാറത്തിനു നേതൃത്വം നൽകി. മീലാദ് കമ്മിറ്റി ചെയർമാൻ TK സൈദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹാഫിള് ഖാലിദ് ബാക്കവി ഉദ്ഘാടനവും PA അബ്ദുൽ റഷീദ്, PK യൂസഫ് ഹാജി, TA നൌഷാദ്, PM മുഹമ്മദ് അലി എന്നിവർ ആശംസാവചനങ്ങൾ നേർന്നു. KM അബ്ദുറഹ്മാൻ സാഹിബ് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ഗ്രാമവീഥികളെ പുളകമണിയിച്ച് നബിദിന ഘോഷയാത്ര. പതാക ഉയർത്തൽ ചടങ്ങിന് ശേഷം നടന്ന നബിദിന ഘോഷയാത്ര നാടിനെ പുളകമണിയിച്ചു. മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും മഹല്ല് നിവാസികളും അണിനിരന്ന ഘോഷയാത്ര ചളിങ്ങാട് മസ്ജിദിന് മുന്നിൽ നിന്നുമാണ് ആരംഭിച്ചത്. السلام عليك يا ماحي الذنوب السلام عليك يا الكروب صلواتي على النبي والسلام وهو خير الأنام بدر التمام السلام عليك يا خير പ്രവാചക പ്രേമ കീർത്തനങ്ങളും തക്ബീർ ധ്വനികളും ഉരുവിട്ടുകൊണ്ട് നടന്നു നീങ്ങിയ ഘോഷയാത്രയിൽ വിവിധ വർണ്ണങ്ങളിലുള്ള കൊടികളും വർണ്ണ ബലൂണുകളും റിബണുകളും ഏന്തിയ മദ്രസ വിദ്യാർത്ഥികളും സ്കൗട്ട് വിദ്യാർത്ഥികളുടെ പരേഡും അകമ്പടിയായി. പൂർവ്വ വിദ്യാർത്ഥികളുടെ അറവനമുട്ടും ദഫ്മുട്ടും മദ്ഹ് ഗാനാലാപനവും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടിയിരുന്നു. പള്ളിയാണ് കാര്യമാണ് ഏറ്റവും സന്തോഷമാണ് കാര്യമാബൂ താലിബിന്നും സമ്മതമാണ് മാണിക്യമലരായ ഒരിക്കലുമിളകാത്ത മനസ്സുമായടുത്ത് സ്ഥിരവാസികളടുത്ത് കരളിൽ പൊങ്ങിമാൻ പൂത്ത അത് പെങ്ങളെ വീശു സുഹദാക്കളെ കണ്ണിമുറിയാതെ നടന്നു നീങ്ങിയ ഘോഷയാത്രയെ വരവേൽക്കാൻ ജാതി മത ഭേദമന്യേ മുഴുവൻ നാട്ടുകാരും ഗ്രാമവീഥികളിൽ എത്തിയിരുന്നു. ഇവർക്കെല്ലാം മധുര പലഹാരങ്ങളും മിഠായികളും നൽകി ഘോഷയാത്ര സംഘാടകർ ഇവരെയും ആഘോഷത്തിൽ പങ്കുകൊള്ളിച്ചു. പലയിടത്തും ശീതളപാനീയങ്ങളും ഐസ്ക്രീമും ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് നൽകി.
നാട് മുഴുവനും ഘോഷയാത്രയെ വരവേൽക്കുകയായിരുന്നു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച ഘോഷയാത്ര ചളിങ്ങാട്, പള്ളിനട, കാളമുറി, പനമ്പിക്കുന്ന്, ചളിങ്ങാട് സെന്റർ എന്നിവിടങ്ങളിലൂടെ കറങ്ങി 11 മണിയോടെ മദ്രസാങ്കണത്തിലെത്തി സമാപിച്ചു. ഇതിനുശേഷം മഹലിലെ മുഴുവൻ പേർക്കും അന്നദാനവും ഉണ്ടായിരുന്നു. ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പ്രവാസികളും അജ്മീർ ചിസ്തിയും. ഇത്തവണ അജ്മീറിൽ നിന്നുമെത്തിയ പ്രത്യേക അതിഥിയോടൊപ്പമായിരുന്നു ചളിങ്ങാടിന്റെ നബിദിന ഘോഷയാത്ര. സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിം സയ്യിദ് ഫഹദ് ചിസ്തിയാണ് അതിഥിയായി ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ഘോഷയാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹമുണ്ടായിരുന്നു. പ്രവാചക സ്നേഹം പ്രകടിപ്പിച്ച് കുട്ടികൾ മുതൽ കാരണവന്മാർ വരെയുള്ളവർ ഘോഷയാത്രയിൽ പങ്കെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നബിദിനാഘോഷയാത്രയിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തിയ പ്രവാസികളും നാട്ടുകാർക്ക് ആഹ്ലാദമായി. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ചളിങ്ങാട് പ്രദേശത്തെ നിരവധി പ്രവാസികളാണ് ഇത്തവണ നബിദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി നാട്ടിലെത്തിയത്. നബിദിനാഘോഷങ്ങൾക്ക് വർണ്ണ ചാരുത പകർന്ന് വ്യത്യസ്തമാവുകയാണ് ചളിങ്ങാട് പ്രദേശം. നബിദിനത്തിന് 2 ദിവസം മുൻപ് തന്നെ ഗ്രാമവീഥികളെല്ലാം വർണ്ണ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഇവിടുത്തുകാർ രാത്രിയെ പ്രകാശിപ്പിക്കും വിധം വർണ്ണ വെളിച്ചങ്ങൾ കൊണ്ട് റോഡുകളെ അലങ്കരിച്ചതും വ്യത്യസ്തമായ കാഴ്ചയായി. മറ്റെവിടെയും കാണാത്ത വിധം പൂർവ്വ വിദ്യാർത്ഥികളുടെയും മഹല്ല് നിവാസികളുടെയും സംഘാടകരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇത്തരത്തിൽ വർണ്ണക്കാഴ്ചകൾ ഒരുക്കാൻ ഈ നാടിന് പ്രേരണയായത്. ചളിങ്ങാട് പള്ളിനട കോളനി റോഡ് മുതൽ ഒറ്റത്തൈ സെന്റർ വരെ 2 കിലോമീറ്ററോളം ദൂരത്തിൽ തയ്യാറാക്കിയ ദീപാലങ്കാരം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് നബിദിനത്തിന്റെ തലേന്ന് തന്നെ ചളിങ്ങാട് ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിയത്. വാഹനങ്ങളിലും കാൽനടയായും എത്തിയ ജനങ്ങൾ രാത്രിയെ പകലാക്കും വിധമാണ് വീതിയിലൂടെ നടന്നു നീങ്ങിയത്. ചളിങ്ങാട് മസ്ജിദിനടുത്ത് ബാദിഷാ കമ്പനി പ്രവർത്തകർ നിർമ്മിച്ച പള്ളിയുടെ മാതൃകയും ആകർഷകമായിരുന്നു. 2 മാസത്തോളം പ്രയത്നിച്ചാണ് ബാദിഷയുടെ പ്രവർത്തകർ ഈ പള്ളിയുടെ മാതൃക തയ്യാറാക്കിയത്. ചളിങ്ങാട് അമ്പലനടയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പച്ചക്കുബയുടെ മാതൃകയിലുള്ള കവാടവും ഏറെ ശ്രദ്ധേയമായിരുന്നു. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുമായി സഹകരിച്ച ആബാലവൃദ്ധം ജനങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ 3 ദിവസം കൊണ്ടാണ് പൂർത്തിയായത്. ആദ്യ ദിവസം നടന്ന ചടങ്ങിൽ മഹല്ല് ഖത്തീബ് KSIK തങ്ങൾ കുട്ടികളുടെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون. KM അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KP അബൂബക്കർ സായിദി, PM അബ്ദുൽ മജീദ്, PK യൂസഫ് ഹാജി എന്നിവരും പങ്കെടുത്തു. 1 മുതൽ +2 വരെയുള്ള മദ്രസ വിദ്യാർത്ഥികൾ അവരവരുടെ കലാസാഹിത്യ കഴിവുകൾ വേദിയിൽ അവതരിപ്പിച്ചു. നാലാം ദിവസം പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. PA അമ്മുക്കുഞ്ഞി സാഹിബ് സർട്ടിഫിക്കറ്റ് വിതരണവും PA സയ്യിദ് മുഹമ്മദ് സമ്മാനദാനവും നിർവഹിച്ചു. അതേസമയം കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ മുഴുവൻ രക്ഷിതാക്കളും എത്താതിരുന്നതും അവരവരുടെ കുട്ടികളുടെ കലാപരിപാടികൾ കഴിയുന്നതോടെ ചില രക്ഷിതാക്കൾ എഴുന്നേറ്റ് പോകുന്നതും ശരിയല്ലെന്നും ഇത് പരമാവധി ഒഴിവാക്കണമെന്നും ഖത്തീബ് KSIK തങ്ങൾ അഭിപ്രായപ്പെട്ടു. നബിദിനത്തിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തിയ ചില പ്രവാസികളുടെയും നാട്ടുകാരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ പ്രത്യേക ലേഖകൻ അഹമ്മദ് കബീർ ചേരുന്നു. സാലി, അസ്സലാമു അലൈക്കും. ചളിങ്ങാട് ഇക്കൊല്ലവും വളരെ വിപുലമായ നബിദിനാഘോഷമാണ് ഒരുക്കിയിട്ടുള്ളത്. വർണ്ണ ലൈറ്റുകൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും ചളിങ്ങാടിന്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ പ്രവാചക പ്രകീർത്തന ഗീതങ്ങൾ കൊണ്ട് അലയടിക്കുകയാണ്. ഇക്കൊല്ലത്തെ നബിദിനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഒട്ടനവധി പ്രവാസി സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്.
നമുക്ക് അവരിൽ ഒരാളുമായി ഇപ്പോൾ സംസാരിക്കാം. അസ്സലാമു അലൈക്കും. നബിദിനത്തിന് വേണ്ടി മാത്രമാണോ നാട്ടിലെത്തിയിട്ടുള്ളത്? തീർച്ചയായും അതും ഒരു പ്രധാന ലക്ഷ്യമാണ്. 8 വർഷമായി നബിദിന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വർഷം അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സർവശക്തന് ആദ്യമായി നന്ദി പറയുന്നു. അൽഹംദുലില്ലാ. എന്താണ് നിസാറിന് പറയാനുള്ളത്? അൽഹംദുലില്ലാ, വളരെ വ്യത്യസ്തമാണ് ഇക്കൊല്ലത്തെ പരിപാടി. പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികളും മഹല്ല് കമ്മിറ്റിയുടെ പരിപാടികളും വളരെ വ്യത്യസ്തമാണ്. എല്ലാ വർഷത്തേക്കാളും വളരെ നന്നായിട്ടാണ് പരിപാടി. അതുപോലെ അലങ്കാരം, ഇതിൽ കൂടാൻ പറ്റിയത് അള്ളാഹുവിനോട് നന്ദി പറയുന്നു. അൽഹംദുലില്ലാ. എന്താണ്? അടിപൊളി, എല്ലാ വർഷത്തേക്കാളും നന്നായിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പ്രവാസികളുമായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷെ സമയക്കുറവ് കൊണ്ട് ഞാൻ അധികം ആരെയും കാണുന്നില്ല. പക്ഷേ ഇവിടെ ഒരുപാട് പ്രവാസികൾ ഇനിയും വരാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ടിക്കറ്റിൻ്റെ പ്രോബ്ലം കാരണം എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മളുടെ ഈ സന്തോഷത്തിൽ അവർക്കും ഈ സന്തോഷം പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ നമ്മൾക്കും ആഹ്ലാദിക്കാം. കഴിഞ്ഞ 4 വർഷമായി നബിദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി ബാദുഷാ ഗ്രൂപ്പ് പലവിധ പള്ളികളുടെ മാതൃകയിൽ ഇവിടെ കവാടങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. ഇക്കൊല്ലവും വളരെ ശ്രദ്ധേയമായ ഒരു കവാടം, താജ്മഹലിന്റെ രൂപത്തിലുള്ള പള്ളിയുടെ കവാടം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ ഒരു ആകർഷണമായിരുന്നു ആ പള്ളി. ഇവിടെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഇതിന്റെ അണിയറ പ്രവർത്തകർ നമ്മളോടൊപ്പം ഉണ്ട്. അവരുമായിട്ട് നമുക്ക് സംസാരിച്ച് അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് അറിയാം. ഇത്രയും ശ്രദ്ധേയമായ ഒരു കവാടം സൃഷ്ടിക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? പല നേതാക്കന്മാരുടെയും ജന്മദിനം ആഘോഷിക്കുന്ന ഈ ലോകത്ത് നമുക്ക് ജന്മദിനം ആഘോഷിക്കാൻ ഏറ്റവും അനിവാര്യമായത് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനമാണ്. ഈ ചെളിങ്ങാടി ഇത്ര ആവേശവും ആഹ്ലാദമായി ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഞങ്ങളിൽ നിന്ന് ചെറിയൊരു ഉപഹാരമായിട്ടാണ് ഞങ്ങൾ ഈ പള്ളി രൂപത്തിലുള്ള ഈ കവാടം ഇവിടെ തീർത്തത്. ഞങ്ങൾക്ക് 2 മാസം ഉറക്കം മുളച്ചും പല സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പൊരുത്തമാണ് ഞങ്ങൾക്കിതിൽ ഏകലക്ഷ്യം. പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളെയും എല്ലാവരുടെയും അകമണിഞ്ഞ ഞങ്ങൾക്ക് സാന്നിധ്യമുണ്ടായതുകൊണ്ട് ഞങ്ങൾക്കിത് തീർക്കാൻ കഴിഞ്ഞു. സാലി മാത്രമല്ല, ഇവിടെ പള്ളി കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും മിലാദ് കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പരസ്പര ധാരണയും സഹകരണം കൊണ്ടാണ് ഈ പരിപാടി ഇത്രയധികം മനോഹരമായി വിജയിപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ രാഷ്ട്രീയപരമായും ഗ്രൂപ്പുകൾക്ക് അതീതമായുള്ള പ്രവർത്തനം ഇവിടെ ഈ പ്രദേശത്തുകാരുടെ കെട്ടുറപ്പയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്യാമറാമാൻ ഹാരിസിനോടൊപ്പം അഹമ്മദ് കബീർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർണ്ണാഭമായ പരിപാടികളോടെ നാടകം നബിദിനം ആഘോഷിച്ചു. നബിദിനാഘോഷങ്ങൾക്ക് വർണ്ണ ചാരുത പകർന്ന് ചളിങ്ങാട് ഗ്രാമം വ്യത്യസ്തമാവുന്നു. നബിദിനത്തിൽ പങ്കെടുക്കാൻ പ്രവാസികളും അജ്മീർ ചിസ്തിയും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. വാർത്തകൾ അവതരിപ്പിച്ചത് സാലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.